Hello students. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എന്താണ് സൗണ്ട് എന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അല്ലേ. അതിൽ നമ്മൾ പറഞ്ഞൊരു മെയിൻ പോയിന്റ് ആണ് സൗണ്ട് ഇസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സൗണ്ട് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് എങ്ങനെയാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്, വാട്ട് ആർ ദ മീഡിയം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്? എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് നമുക്ക് നോക്കാം. സൗണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അപ്പൊ എന്താണ് വേവ് അല്ലെങ്കിൽ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്? നമുക്ക് നോക്കാം. Sound propagate in a medium as a series of compressions and rarefaction. Okay, അപ്പൊ നമ്മുടെ വേവ് അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് വേവ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു സീരീസ് ആയിട്ടാണ്. എങ്ങനെയാണ്? കംപ്രഷൻ, rarefaction, compression, rarefaction, compression, rarefaction എന്നൊരു സീരീസ് രീതിയിലാണ് ആര് ട്രാവൽ ചെയ്യുന്നത്? സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. Okay, then in these waves these particles move back and forth parallel to the direction of propagation of the disturbance. That means ഇത് എങ്ങനെയാ ട്രാവൽ ചെയ്യുന്ന? ആ പാർട്ടിക്കിൾസ് ടു ആൻഡ് ഫ്രോ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഈ ടു ആൻഡ് ഫ്രോ എന്ന് പറയുന്നത്? ടു ആൻഡ് ഫ്രോ, just imagine ചെയ്യുക, this is the to and fro. ഈ രീതിയിൽ that mean vibrating, actually they are vibrating എന്ന രീതിയിലാണ് എന്താ ആ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന്റെ അതേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റർബൻസ് ഡയറക്ഷനിലേക്ക് നമ്മുടെ സൗണ്ട് മൂവ് ചെയ്യുന്നത്. such wave are called longitudinal waves. അപ്പൊ എന്താണ് ആക്ച്വലി ആ longitudinal waves? അതൊരു സീരീസ് രീതിയിലാണ് ട്രാവൽ ചെയ്യുക. എങ്ങനെയാണ്? കംപ്രഷൻ, rarefaction, compression, rarefaction എന്ന രീതിയിൽ ഈ ഒരു വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ വേവ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ദിസ് ഇസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, ദ സൗണ്ട് ഇസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ആൻഡ് വാട്ട് ഇസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്? എന്താണ്? ഈ ഒരു സീരീസ് രീതിയിലാണ് പോവുക. ഏതാണ്? കംപ്രഷൻ ആൻഡ് rarefaction എന്ന രീതിയിൽ ഒരു വേവ് ഒരു പാറ്റേണിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഇസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. Okay, you can see here ഇതാണ് നമ്മുടെ കംപ്രഷൻ ആൻഡ് rarefaction എന്ന രീതിയിൽ. സി, കംപ്രഷന്റെ സമയത്ത് അവിടെ ഡെൻസിറ്റി കൂടുതലാണ്, അവിടെയുള്ള എയർ മോളിക്യൂൾസ് അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് എങ്ങനെയാണ്? കൂടുതലാണ്, അവിടെ ഡെൻസിറ്റി ഈസ് ഗ്രേറ്റർ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. സി മീൻസ് കംപ്രഷൻ, ആർ എന്ന് പറയുന്നത് rarefaction. സി, a vibrating object creating a series. Okay, a series of എന്താണ്? compression and rarefaction in a medium. See, നിങ്ങൾക്കൊരു ട്യൂണിംഗ് ഫോക്ക് കാണാം. ഈ ട്യൂണിംഗ് ഫോക്ക് വൈബ്രേറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് തൊട്ടടുത്തുള്ള എയറും എന്തായിരിക്കും? എയർ കോളംസും എന്തായിരിക്കും? വൈബ്രേറ്റിംഗ് ആയിരിക്കും. സോ അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? First there will have a compression, then have a rarefaction, then we have a compression, then have a rarefaction. കംപ്രഷന്റെ സമയത്ത് വളരെ ഡെൻസിറ്റി കൂടുതലായിരിക്കും, എന്നാൽ rarefaction സമയത്ത് ഡെൻസിറ്റി കുറവായിരിക്കും. കംപ്രഷൻ സമയത്ത് കുറച്ചുകൂടി ഡെൻസിറ്റി കൂടുതലാണ്, കുറവാണ് എന്ന രീതിയിലാണ് എന്താ നമ്മുടെ വേവ് ഓട്ടോമാറ്റിക്സ്. യു ക്യാൻ സീ കംപ്രഷന്റെ സമയത്ത് ഹൈ വേവ്സ് ആയിരിക്കും, rarefaction സമയത്ത് ലോ വേവ്സ് ആയിരിക്കും, കംപ്രഷന്റെ സമയത്ത് ഹൈ വേവ്സ്. ഈ രീതിയിലായിരിക്കും നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുക. ഓക്കെ, ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മുടെ സൗണ്ട് വേവ്സ് പോകുന്നത്. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മുടെ സൗണ്ട് വേവ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സി വേവ്സ്. നമുക്ക് വേവ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ പറ്റി ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The longitudinal waves have a area of, നമ്മുടെ ഒരു ഏരിയ ഉണ്ടാവും, ഏരിയ ഓഫ് കംപ്രഷൻ ആൻഡ് ഏരിയ ഓഫ് rarefaction. Okay, area of compression and area of rarefaction. These correspond to the crest and trough of the wave. What is crest and trough? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്, നമ്മുടെ എയ്റ്റ്സിലൊക്കെ പഠിച്ചതാണ്. എന്താണ്? What is crest and trough? Just imagine this is a medium. What is the crest and where is the trough? See, ഈ മുകളിൽ കാണുന്ന ഇതിനെ നമ്മൾ എന്ത് പറയും? Crest. Okay, and this one
ദിസ് ഈസ് ട്രഫ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ക്രസ്റ്റ് ആണ്, ഇതെന്ന് പറയുന്നത് എന്താണ്? ട്രഫ് ആണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. സോ വാട്ട് ഈസ് ക്രസ്റ്റ് ആൻഡ് വാട്ട് ഈസ് ട്രഫ് എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ വരരുത്. സോ കറസ്പോണ്ട് ടു ദ ക്രസ്റ്റ് ആൻഡ് ട്രഫ് ഓഫ് ദ വേവ്. അപ്പോ നമ്മുടെ ഈ കൃത്യമായിട്ടുള്ള ഒരു കംപ്രഷൻ ഒരു ഏരിയ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റെയർ ഫ്രാക്ഷന് ഒരു ഏരിയ ഉണ്ടായിരിക്കും. ദ ലെങ്ത് ബിറ്റ്വീൻ 2 points ഓഫ് കംപ്രഷൻ ഓർ 2 points ഓഫ് റെയർ ഫ്രാക്ഷൻ ഇസ് എ വേവ് ലെങ്ത്. ഓക്കെ, നമ്മൾ പഠിക്കുന്ന ഒരു പുതിയ കാര്യമാണ് എന്താ? വേവ് ലെങ്ത്. വാട്ട് ഈസ് വേവ് ലെങ്ത് ആക്ച്വലി? നമ്മുടെ ഈ ഒരു കേസ് ലോഞ്ചിറ്റ്യൂണൽ വേവിന്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് വേവ് ലെങ്ത്? എന്താ വേവ് ലെങ്ത് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടായിരിക്കും അല്ലെ. കംപ്രഷൻ ഒരു ഏരിയ ഉണ്ട് ആണല്ലോ, റെയർ ഫ്രാക്ഷനും ഒരു ഏരിയ ഉണ്ട്, അനദർ കംപ്രഷൻ ഒരു ഏരിയ ഉണ്ട്, ഒരു റെയർ ഫ്രാക്ഷൻ ഒരു ഏരിയ ഉണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ വേവ് ലെങ്ത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ദ വേവ് ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്, യു ക്യാൻ സീ ദ ലെങ്ത് ബിറ്റ്വീൻ 2 points ഓഫ് കംപ്രഷൻ ഓർ 2 points ഓഫ് റെയർ ഫ്രാക്ഷൻ. രണ്ട് റെയർ ഫ്രാക്ഷനുകൾ തമ്മിലുള്ള ദൂരം അഥവാ രണ്ട് കംപ്രഷനുകൾ തമ്മിലുള്ള ദൂരത്തെ നമ്മൾ എന്ത് പറയുന്നു? വേവ് ലെങ്ത് എന്ന് പറയുന്നു. എന്താണ്? ദ ലെങ്ത് ബിറ്റ്വീൻ 2 compressions, രണ്ട് കംപ്രഷൻസ് തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ രണ്ട് നമ്മുടെ റെയർ ഫ്രാക്ഷൻ തമ്മിലുള്ള ദൂരം. നമുക്ക് നോക്കാം ഏതൊക്കെയാ രണ്ട് കംപ്രഷൻസ് തമ്മിലുള്ള ദൂരം. ദിസ് ഇസ് കംപ്രഷൻ ടു കംപ്രഷൻ ആണല്ലോ, ഇതായിരിക്കാം നമ്മുടെ ദൂരം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സി, ഇതാണ് എന്ത്? ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. കംപ്രഷൻ ടു കംപ്രഷൻ, ഓർ നമുക്ക് എങ്ങനെയും പറയാം റെയർ ഫ്രാക്ഷൻ ടു റെയർ ഫ്രാക്ഷൻ. ഇതും എന്ത് തന്നെയാണ്? വേവ് ലെങ്ത് തന്നെയാണ്. നമുക്ക് വേവിന്റെ കേസിൽ പറയുമ്പോ നോക്കുക മക്കളെ, വേവിന്റെ കേസില് ഇതാണ് നമ്മുടെ വേവ് അല്ലെ, ഇതാണ് നമ്മുടെ വേവ്. ഈ ഭാഗത്ത് നമ്മൾ എന്താ വിളിക്കുക? വേവിന്റെ അപ്പർ ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു? ക്രസ്റ്റ് ആണല്ലോ. ഈ വേവിന്റെ താഴ്ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു? ട്രഫ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ കംപ്രഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്രസ്റ്റ്. കംപ്രഷനും ക്രസ്റ്റും ഒന്ന് തന്നെയാണ്. നമ്മൾ ഈ ലോഞ്ചിറ്റ്യൂണൽ വേവിന്റെ ഈ ഒരു ഡയഗ്രാം വെച്ച് നോക്കുമ്പോ വേവിനെ നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യാം? കംപ്രഷന്റെ ഭാഗത്തായിരിക്കും എന്തുണ്ടായിരിക്കുക? ക്രസ്റ്റ് ഉണ്ടായിരിക്കുക. നിങ്ങൾ നോക്കുക, കംപ്രഷൻ എവിടെയാണ്? അവിടെയാണ് ഹയർ റീജിയൻ. എന്നാൽ റെയർ ഫ്രാക്ഷന്റെ അടുത്തായിരിക്കും എന്തുണ്ടായിരിക്കുക? ട്രഫ് ഉണ്ടായിരിക്കുക. എന്തുണ്ടായിരിക്കുക? ട്രഫ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നോക്കുക, നമുക്ക് ഇങ്ങനെയും പറയാൻ സാധിക്കും, രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരം എന്താണ്? രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരത്തെയും നമുക്ക് എന്ത് വിളിക്കാം? വേവ് ലെങ്ത് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ദൂരം എന്താണ്? രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ദൂരം, ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരത്തെയും നമുക്ക് എന്ത് വിളിക്കാം? വേവ് ലെങ്ത് എന്ന് വിളിക്കാൻ സാധിക്കും. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അപ്പൊ വേവ് ലെങ്ത് നമുക്ക് രണ്ട് തരത്തിലും പറയാം. ആസ് ലൈക്ക് കമ്പയർഡ് ടു നമ്മളെ കംപ്രഷൻ ആൻഡ് റെയർ ഫ്രാക്ഷൻ എന്ന രീതിയിലും പറയാം, ക്രസ്റ്റ് ആൻഡ് ട്രഫ് എന്ന രീതിയിലും പറയാം. ഓക്കെ, സിമ്പിൾ. അപ്പൊ എന്താണ് വേവ് ലെങ്ത്? The distance between two compression or a two rare fraction. അഥവാ നമുക്ക് എങ്ങനെയും പറയാം the distance between two trough or a two crest. ഓക്കെ, ഇത് നമുക്ക് എന്താണ്? വേവ് ലെങ്ത് എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ വേവ് ലെങ്ത് എന്ന് പറയുന്നത്? വേവ് ലെങ്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ലാംഡ. എന്താണ്? ലാംഡ എന്നാണ് വിളിക്കുക. ഓക്കെ, ദിസ് ഇസ് ലാംഡ ആക്ച്വലി. ഓക്കെ, അപ്പൊ വേവ് ലെങ്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ലാംഡ. യു ക്യാൻ സീ വേർ ഇസ് കംപ്രഷൻ ആൻഡ് വേർ ഇസ് റെയർ ഫ്രാക്ഷൻ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ദിസ് ഇസ് കംപ്രഷൻ ആൻഡ് ദിസ് ഇസ് റെയർ ഫ്രാക്ഷൻ, ആൻഡ് അഗൈൻ ദിസ് ഇസ് കംപ്രഷൻ ആൻഡ് ദിസ് ഇസ് rare fraction. This is compression and this is rare fraction. What is compression actually? Density കൂടിയ റീജിയനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കംപ്രഷൻ എന്ന് വിളിക്കുന്നു. എന്നാൽ ഡെൻസിറ്റി കുറവുള്ള ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു? rare fraction എന്ന് നമ്മൾ വിളിക്കുന്നു. ക്ലിയർ ആണല്ലോ?
This is about compression and rarefaction. അപ്പൊ ഇതൊക്കെ എവിടെയാണ് ഉണ്ടാവുക? ഏത് വേവിനാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് എന്താ? കംപ്രഷൻ ആൻഡ് റെയർഫ്രാക്ഷൻസ് ഉള്ള വേവ്സ്. You can see a sound, a longitudinal wave. കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ, കുറച്ചുകൂടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. You can see here. See, നമ്മുടെ ട്യൂണിംഗ് ഫോക്ക് എടുത്തിരിക്കുകയാണ്. This is a tuning fork. ഓക്കെ, ഈ ട്യൂണിംഗ് ഫോക്ക് വൈബ്രേറ്റ് ചെയ്യുന്നു. യു ക്യാൻ സീ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു കംപ്രഷൻ ഉണ്ടാകുന്നു. ഓക്കെ, ഇവിടെ കംപ്രഷൻ ഉണ്ടാകുന്നു. സി, ഇതാണ് നമ്മുടെ നോർമൽ ട്യൂണിംഗ് ഫോക്ക് ഇരിക്കുമ്പോഴുള്ള സമയം. അവിടെ എന്താണ് കോമൺ ആയിട്ടുള്ള അവിടെ എയർ കോളത്തിന് ഒരു ഇതുമില്ല, നോർമൽ രീതിയിലാണ് നിൽക്കുന്നത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് സ്ട്രൈക്ക് ചെയ്യാണ്. With the tuning fork is strike, നമുക്ക് എന്താ സംഭവിക്കുക? അവിടെ വൈബ്രേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. നല്ല ഔട്ടർ രീതിയിൽ നമുക്ക് ട്യൂണിംഗ് ഫോക്ക് ഈ രീതിയിലും പോവാലോ അല്ലെ. ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? The first we will have a compression. പിന്നെ നമുക്ക് എന്താ ഉണ്ടായിരിക്കുക? rarefaction. എന്നാൽ നേരെ തിരിച്ച് നമ്മുടെ ട്യൂണിംഗ് ഫോക്ക് ഇങ്ങനെ ഉള്ളോട്ടേക്കായിട്ടാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ആദ്യം എന്താണ് ഉണ്ടായിരിക്കുക? rarefaction, then compression, then rarefaction. സി, അപ്പൊ നമ്മുടെ ട്യൂണിംഗ് ഫോക്കിന്റെ പ്രോങ്ങിന്റെ പൊസിഷൻ അനുസരിച്ച് വേവിൽ വരുന്ന വ്യത്യാസം കണ്ടോ? പ്രോങ് ഔട്ടർവേർഡ്സ് ആണെങ്കിൽ ആദ്യം ഉണ്ടാകുന്നത് കംപ്രഷൻ, then rarefaction. If the prong is inside, നമ്മൾ ഉള്ളോട്ടേക്കുന്ന രീതിയിലാണ് ആദ്യം ഉണ്ടാകുന്നതെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? rarefaction, compression and rarefaction. Okay, so ഇതിങ്ങനെ രീതിയിലാണ് the sound is a longitudinal wave ആണെന്നുള്ള ഓർത്ത് വെക്കുക. And how the longitudinal wave or അതിന്റെ motions എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോ in detail ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. Okay, so this is how longitudinal wave propagate in a medium. ഒരു മീഡിയത്തിലൂടെ ഈ ഒരു രീതിയിലാണ് propagate ചെയ്യുക. Clear? Okay. See, propagation of sound. Propagation of sound. When a vibrating object moves forward, it pushes and compresses the air in front of it. അപ്പൊ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഈ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ എന്റെ കയ്യിൽ ഒരു ട്യൂണിംഗ് ഫോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തു. ബീറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ പ്രോങ് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും ആണല്ലോ. ആ ഓബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുമ്പോ അതിന്റെ അവിടെയുള്ള ആ ഒരു വൈബ്രേറ്റിംഗ് പ്രോങ് ഒന്ന് ഫോർവേഡ് ചെയ്യും, മുന്നോട്ടേക്ക് ഒന്ന് ഇതാകും. ആ സമയത്ത് എന്താ സംഭവിക്കുക? എയർ എയർ പുഷ് ചെയ്ത് അവിടെ തൊട്ടടുത്തുള്ള തൊട്ട് ഭാഗത്തുള്ള എയറിനെ ഒന്ന് പുഷ് ചെയ്ത് എയറുകൾ തമ്മിൽ ഒരു കംപ്രഷൻ ഉണ്ടാകും. ആദ്യം എന്താ സംഭവിക്കുക? കംപ്രസസ് ദ എയർ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. നമ്മൾ അതിന് തൊട്ട് മുൻപുള്ള എയർ എന്തായിരിക്കും? കംപ്രസ് ചെയ്യും. ആൻഡ് ക്രിയേറ്റിംഗ് എ റീജിയൻ ഓഫ് ഹൈ പ്രഷർ. അവിടെ എന്ത് റീജിയൻ ഉണ്ടാകും? ഒരു ഹൈ പ്രഷർ ഉള്ള കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിനെ അവിടെ ക്രിയേറ്റ് ചെയ്യും. ദിസ് റീജിയൻ ഇസ് കോൾഡ് കംപ്രഷൻ. ആ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് പറയുക? കംപ്രഷൻ. അപ്പൊ ശ്രദ്ധിക്കുക, വൈബ്രേഷൻ സംഭവിച്ചപ്പോ ഈ വൈബ്രേഷൻ എന്റെ എയർ മോളിക്യൂൾസിനും ഉണ്ടായി. ഓക്കെ, ഒരു വൈബ്രേഷൻ ഉണ്ടായി. ആ വൈബ്രേഷൻ എയർ മോളിക്യൂൾസിന് എല്ലാ ഭാഗത്തേക്കും എന്താണ്? മൂവ് ചെയ്തു. ഈ ഒരു പുഷ് ബാക്കിയുള്ള ഇടത്തേക്ക് വന്നു. ആ പുഷ് കാരണം ചുറ്റുമുള്ള ഭാഗമൊക്കെ എന്ത് ചെയ്തു? കംപ്രസ്ഡ് ആയി അല്ലെ. അഥവാ എന്താണ്? കുറച്ച് കംപ്രസ്ഡ് ആയി. എയർ ആ കംപ്രസ് ആയത് കാരണം അവിടെ ഹൈ പ്രഷർ ഉണ്ടായി. ആ ഒരു റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രഷൻ. Okay, this region is called compression. And next, when the vibrating object move backward, vibrating object backward ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? There create a low pressure. അവിടെ എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അവിടെ കംപ്രഷൻ ആണോ ഉണ്ടാവുക? അല്ല, അവിടെ ഒരു വിട്ട് വരിക്കും അല്ലെ. ദാറ്റ് മീൻ ഡെൻസിറ്റി കുറവായിരിക്കും. ആ റീജിയൻ നമ്മൾ എന്ത് വിളിക്കും? rarefaction. R എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ക്ലിയർ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് കംപ്രസ് ചെയ്യും, അവിടെ ഹൈ ഡെൻസിറ്റി ആയിരിക്കും, അത് നമ്മൾ കംപ്രഷൻ എന്ന് വിളിക്കുന്നു. ഇനി ബാക്ക്വേർഡിലാണ് അത് പോകുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ലോ പ്രഷർ ആയിരിക്കും, അതിന് നമ്മൾ rarefaction എന്ന് പറയുന്നു. ദെൻ അത് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മുടെ ഓരോ ഭാഗത്തേക്കും
എത്തുന്നു. യു ക്യാൻ സീ ഹിയർ a series of compression and rarefaction. നമ്മുടെ സീരീസ് എങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുക നമുക്ക് നോക്കാം. സി നമ്മുടെ ട്യൂണിംഗ് ഫോക്കിലുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ച് നമുക്ക് നോക്കാം. ആദ്യം എന്താണ്, ഒരു കംപ്രഷൻ ഉണ്ടായി അല്ലെ, ഒരു കംപ്രഷൻ ഉണ്ടായി. ആ കംപ്രഷൻ മെല്ലെ 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 നമ്മുടെ നോർമൽ വേവിലേക്ക് എത്തുന്നു. ദെൻ സെക്കൻഡ് ഈ കംപ്രഷൻ എവിടേക്ക് എത്തുന്നു? ഫസ്റ്റ് ഇവിടേക്ക് എത്തുന്നു, അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ഇവിടേക്ക് എത്തുന്നു അല്ലെ. കുറെ സമയം കഴിഞ്ഞാലുള്ളതാണ്. ഇപ്പൊ ആദ്യത്തെ കംപ്രഷൻ വരുന്നു, അത് മെല്ലെ മൂവ് ചെയ്ത്, അടുത്ത കംപ്രഷൻ വരുന്നു, അത് മെല്ലെ മൂവ് ചെയ്ത്, തേർഡ് കംപ്രഷൻ വരുന്നു, അത് മെല്ലെ മൂവ് ചെയ്തു. അങ്ങനെയാണ് ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഈ കാണുന്നത് എന്ന് പറയുന്നത് നോർമൽ സൗണ്ട് വേവ്സ് അല്ല, നോർമൽ എയറിന്റെ ഭാഗമാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെയൊന്നും നമ്മുടെ സൗണ്ട് എത്തിയിട്ടില്ല. എവിടുന്ന സൗണ്ട് എത്തിയത്? ജസ്റ്റ് ബീറ്റ് ചെയ്യുന്നു, ഇവിടെ ഒരു കംപ്രഷൻ വന്നു. അഗെയിൻ നമ്മൾ ആ വൈബ്രേഷൻ, അടുത്ത വൈബ്രേഷൻ വരുമ്പോൾ കംപ്രഷൻ, ഫസ്റ്റ് ഉള്ള കംപ്രഷൻ ഇവിടെ എത്തി. പിന്നെയും രണ്ടാമത്തെ വൈബ്രേഷൻ ആണ് ഇത്. ആദ്യത്തെ കംപ്രഷൻ ഇവിടെ, രണ്ടാമത് വരുന്ന വൈബ്രേഷൻ ഇവിടെ എത്തുന്നു. ഓക്കെ, അങ്ങനെ എത്തിയിട്ടുള്ള ലാസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. എന്താണ്? കംപ്രഷൻ, റെയർഫ്രാക്ഷൻ, കംപ്രഷൻ, റെയർഫ്രാക്ഷൻ, കംപ്രഷൻ, റെയർഫ്രാക്ഷൻ, കംപ്രഷൻ എന്ന രീതിയിൽ എന്റെ സൗണ്ടിനെ ട്രാവൽ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചു. ഓക്കെ, അപ്പൊ നോക്കുക, ഇതെന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. ലാസ്റ്റ് നമുക്ക് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് വേവ് ലെങ്ത് ആക്ച്വലി? എന്താണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്? ഒരു കംപ്രഷൻ മുതൽ അടുത്ത കംപ്രഷൻ വരെ, അല്ലെങ്കിൽ ഒരു എന്താണ്, റെയർ ഫ്രാക്ഷൻ മുതൽ അടുത്ത റെയർ ഫ്രാക്ഷൻ വരെ എന്താണ്? വേവ് ലെങ്ത് ആണ്. സംശയമുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് വേവ് ട്രാവൽ ചെയ്യുക. ഒന്ന് കംപ്രസ് ചെയ്തു, അതങ്ങ് മൂവ് ചെയ്തു, അടുത്തത് കംപ്രസ് ചെയ്തു, ഇങ്ങനെ പോയി, അടുത്തത് കംപ്രസ് ചെയ്തു. അതിന്റെ നടുവിൽ എന്തുണ്ട്? റെയർ ഫ്രാക്ഷനും കൂടെ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു ട്യൂണിംഗ് ഫോക്ക് എടുത്ത് ബീറ്റ് ചെയ്തു. യെസ്, അവിടെ ഉള്ള എല്ലാ എയറും പുഷ് ചെയ്ത് ഹൈ പ്രഷറായി കംപ്രഷൻ റീജിയൻ അതാ മൂവ് ചെയ്യുന്നു. തൊട്ടടുത്ത് ഒരു ലോ പ്രഷറാണ് ഉണ്ടായത്, ലോ പ്രഷറുള്ള റീജിയനും തൊട്ടടുത്ത് കൂടെ പോയി. ആ പാറ്റേൺ ഇങ്ങനെ പോകുന്നു. പിന്നെ കംപ്രഷൻ, പിന്നെ റെയർ ഫ്രാക്ഷൻ എന്ന രീതിയിൽ ഈ പാറ്റേൺ നമുക്കിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഫോളോ ചെയ്ത് ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് നമ്മൾ അവിടെ ചെവി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയുള്ള ആളുകൾക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ക്ലിയർ? ഈ രീതിയിലാണ് സൗണ്ട് ട്രാവൽ ചെയ്യുക അഥവാ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? സി, as an object moves back and forth rapidly, a series of compression and rarefaction is created. A series of compression and rarefaction is created in the air. These make the sound wave that propagate through the medium. ആ മീഡിയത്തിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക? സി, നമുക്ക് ഇവിടെ ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ എന്താണ്? ഇവിടെ കംപ്രഷൻ, റെയർഫ്രാക്ഷൻ, കംപ്രഷൻ, റെയർഫ്രാക്ഷൻ എന്ന രീതിയിൽ നമ്മുടെ സൗണ്ട് വേവ്സ് നമ്മൾ ഈ മീഡിയം എന്താണ്? നമ്മുടെ ചെവിയുടെ അടുത്തേക്ക് എത്തിക്കുന്നു. ആ സമയം നമ്മുടെ വേവ് നോക്കിയേ. ദിസ് ഈസ് കംപ്രഷൻ, റെയർഫ്രാക്ഷൻ, കംപ്രഷൻ, റെയർഫ്രാക്ഷൻ, കംപ്രഷൻ, റെയർഫ്രാക്ഷൻ, കംപ്രഷൻ, റെയർഫ്രാക്ഷൻ. ഈ ഒരു വേവ് ആണ് കേട്ടോ. ഓക്കെ, ഈ വേവ് എന്ന രീതിയിൽ ഇങ്ങനെ പോയി എവിടെ എത്തുന്നു? നമ്മുടെ ഇയറിലേക്ക് എത്തുന്നു. ഈ ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇങ്ങനെയാണ് നമ്മുടെ സൗണ്ട് എന്ത് ചെയ്യുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സൗണ്ട് എങ്ങനെ ഒരു മീഡിയത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ, the propagation of sound can be visualized as a propagation of density variation or a pressure variation. ഞാൻ പറഞ്ഞു പ്രഷറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. അവിടെയുള്ള ഏരിയയിലുള്ള ആ ഭാഗത്തുള്ള പ്രഷറിന് വ്യത്യാസം ഉണ്ടാവും. ഹൈ പ്രഷർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഇസ് കംപ്രഷൻ. ലോ പ്രഷർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഇസ് എ റെയർഫ്രാക്ഷൻ. ഇനി ഡെൻസിറ്റി കൂടുതൽ, ഇവിടെ നമ്മൾ ഡെൻസിറ്റി കൂടുതലുള്ള അല്ലെ. അപ്പൊ ഡെൻസിറ്റി കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ എന്ത് പറയും? കംപ്രഷൻ. ഡെൻസിറ്റി കുറവുള്ള ഭാഗത്ത് നമ്മൾ എന്ത് പറയും? റെയർഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് വേരിയേഷൻ ഇൻ എയർ പ്രഷർ, ജനറേഷൻ ഓഫ് എ സൗണ്ട് വേവ്സ്. നോക്കുക, എയർ കംപ്രഷന്റെ സമയത്ത് ഹൈ ഡെൻസിറ്റി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. എയർ എന്ത് ചെയ്യാണ്? കംപ്രസ് ചെയ്യാണ് അല്ലെ. കംപ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ എയറിനെയും ഒരുമിച്ച് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. ദാറ്റ് മീൻ അവിടെയുള്ള ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവിടെയുള്ള വേരിയേഷൻ, പ്രഷറിന്റെ വേരിയേഷനും എന്ത് തന്നെയായിരിക്കും? അവിടെയുള്ള വേരിയേഷൻ അല്ലെങ്കിൽ പ്രഷറും കൂടുതലായിരിക്കും.
ഓക്കെ, അപ്പൊ നോക്കുക, ഇങ്ങനെയാണ് നമ്മൾ വേവിനെ പ്രൊപ്പഗേറ്റ് നോക്കുക. കംപ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ക്രസ്റ്റ്. ട്രഫിന്റെ ഭാഗത്തായിരിക്കും എന്തുണ്ടായിരിക്കുക? റെയർ ഫ്രാക്ഷൻ. ആൻഡ് അഗെയിൻ ക്രസ്റ്റിന്റെ ഭാഗത്തായിരിക്കും കംപ്രഷൻ ഉണ്ടായിരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് ദ സോഴ്സ്. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യിക്കുന്നത്. യു ആൻഡ് സി ഡെൻസിറ്റി വേരിയേഷൻ. ദിസ് ഇസ് എയർ മോളിക്യൂൾസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, എയർ മോളിക്യൂൾസ് ആണ്. ഇതൊരു സ്പീക്കർ ആണ്. ഈ സ്പീക്കറിൽ സൗണ്ട് വരുന്നു. എയർ മോളിക്യൂൾസ് ആദ്യം എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യപ്പെടുന്നു. എന്താണ് ചെയ്യപ്പെടുന്നത്? കംപ്രസ് ചെയ്യപ്പെടും. ദാറ്റ് മീൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എയർ മോളിക്യൂൾസ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ദ കംപ്രസ്ഡ് റീജിയൻ. എന്നാൽ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ, പ്രഷർ ഏറ്റവും കൂടുതൽ എവിടെയാണ്? അവിടെയുള്ള മോളിക്യൂൾസ് കൂടുതലായതുകൊണ്ട് പ്രഷറും എന്ത് തന്നെയാണ്? ഈ കംപ്രസ്ഡ് റീജിയനിലാണ് പ്രഷറും കൂടുതൽ. എന്നാൽ ആസ് കമ്പയർഡ് ടു റെയർ ഫ്രാക്ഷൻ, അവിടെയുള്ള നമ്മുടെ മോളിക്യൂൾസ്, എയർ മോളിക്യൂൾസ് എന്താണ്? കമ്പാരിറ്റീവ്ലി കുറവാണ്. എയർ മോളിക്യൂൾസ് കുറവായതുകൊണ്ട് പ്രഷറും എന്താണ്? കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ മനസ്സിലാക്കുക, കംപ്രഷന്റെ അടുത്ത് എന്താണ്? മോളിക്യൂൾസ്, എയർ മോളിക്യൂൾസ് വിൽ ബി ഗ്രേറ്റർ. എയർ മോളിക്യൂൾസ് കൂടുതലുള്ളിടത്ത് എന്തും കൂടുതലായിരിക്കും? പ്രഷറും കൂടുതലായിരിക്കും. ക്ലിയർ? ഇതാണ് ഡെൻസിറ്റി വേരിയേഷന്റെ ഇതാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രഷർ വേരിയേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെരി സിമ്പിൾ. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുതലാണെങ്കിൽ പ്രഷറും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ പ്രഷർ കൂടുതലാണെങ്കിൽ വാട്ട് അബൌട്ട് ദ ഡെൻസിറ്റി ഓർ പ്രഷർ? നമുക്ക് നമ്മുടെ വേവിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ കാണിക്കുക? കൂടുതലുള്ളത് കംപ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എങ്ങനെയാണ്? ക്രസ്റ്റ് എന്ന രീതിയിലാണ് കാണിക്കുക. ഓക്കെ, റെയർ ഫ്രാക്ഷൻ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ്? ട്രഫ് എന്ന രീതിയിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. സി, നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്യുന്നു. ക്രസ്റ്റ്, കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ക്രസ്റ്റ്, റെയർ ഫ്രാക്ഷന്റെ അടുത്ത് ട്രഫ്, പിന്നെയും കംപ്രഷൻ, റെയർ ഫ്രാക്ഷൻ. ഈ രീതിയിലാണ് നമ്മൾ വേവിനെ പ്ലോട്ട് ചെയ്യുക. സോ കംപ്രഷന്റെ ഭാഗത്ത് നമ്മൾ എന്താ പ്ലോട്ട് ചെയ്യുക? ക്രസ്റ്റ്. ട്രഫ് എന്ന് പറയുന്നത് റെയർ ഫ്രാക്ഷൻ എന്ന ഏരിയയാണ്. ട്രഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് പ്ലോട്ടിങ്ങും പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് വേവ്സും എന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഡെൻസിറ്റി ആൻഡ് പ്രഷർ വേരിയേഷൻ. ഡെൻസിറ്റി വേരിയേഷൻ നമ്മളിവിടെ കണ്ടു, പ്രഷർ വേരിയേഷൻ നമ്മളിവിടെ കണ്ടു. നമ്മൾ വേവ് പ്ലോട്ട് ചെയ്തു. അതെങ്ങനെ പ്ലോട്ട് ചെയ്തു എന്ന് ഓർക്കാലോ? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ദിസ് ഈസ് ക്രസ്റ്റ്. ഇതെന്ന് പറയുന്ന ക്രസ്റ്റ് ആണ്, ഇതെന്ന് പറയുന്ന ട്രഫ് ആണെന്ന് ഓർത്ത് വെക്കുക. രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? നമ്മൾ അതിനെന്ത് വിളിക്കുന്നു? വേവ് ലെങ്ത്, അല്ലെ? രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? വേവ് ലെങ്ത് അഥവാ ലാംഡ. ഇതാണ് നമ്മുടെ ലാംഡ എന്ന് പറയുന്നത് കേട്ടോ. ദിസ് ഇസ് ലാംഡ. അഥവാ നമുക്ക് എങ്ങനെയും വിളിക്കാം, രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ദൂരം, അതിനെയും എന്ത് വിളിക്കാം? അതിനെയും നമുക്ക് എന്ത് വിളിക്കാം? ലാംഡ എന്ന് വിളിക്കാം. ഓക്കെ, ദിസ് ഈസ് വേവ് ലെങ്ത് അഥവാ വേവ് ലെങ്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാംഡ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ദിസ് ഇസ് അബൌട്ട് ദ പാർട്ട്. അപ്പൊ നമ്മൾ പ്രൊപ്പഗേഷൻ ഓഫ് വേവ് എന്താണെന്നും വാട്ട് ഇസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. സോ എന്താണ് ട്രഫ്, എന്താണ് ക്രസ്റ്റ്, വാട്ട് ഇസ് ദ പ്രഷർ വേരിയേഷൻ, വാട്ട് ഇസ് ഡെൻസിറ്റി വേരിയേഷൻ, എങ്ങനെയാണ് ഒരു പ്രൊപ്പഗേഷൻ സൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് പാർട്ട്.